പ്രതീക്ഷിച്ചതിലും കർശനമായ ട്രംപിന്റെ താരിഫുകളെ തുടർന്ന് യുഎസില് മാന്ദ്യമുണ്ടായേക്കുമെന്ന ഭീതി രൂക്ഷമായതോടെ ആഗോളതലത്തില് തിരിച്ചടി നേരിട്ട് ഓഹരി സൂചികകള്. യുഎസിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ചൈന തിരിച്ചടിച്ചതോടെ നിക്ഷേപകർ കൂടുതൽ ആശങ്കയിലായി. രാവിലത്തെ വ്യാപാരത്തിനിടെ സെൻസെക്സിന് 3000-തോളം പോയിന്റ് നഷ്ടമായി. നിഫ്റ്റിയാകട്ടെ 21,800-ന് താഴെയെത്തുകയും ചെയ്തു. ബിഎസ്സി മിഡ് ക്യാപ്, സമോള് ക്യാപ് സൂചികകൾക്ക് 10%-ലേറെ നഷ്ടമായി. നിക്ഷേപകരുടെ സമ്പത്തില് നിമിഷനേരം കൊണ്ട് അപ്രത്യക്ഷമായത് 19 ലക്ഷം കോടി രൂപ. ബിഎസ്സിയില് ലിസ്റ്റ് ചെയ്ത മൊത്തം കമ്പനികളുടെ വിപണി മൂല്യം 383.95 ലക്ഷം കോടിയിലേക്ക് താഴ്ന്നു. ജപ്പാന്റെ നിക്കി 8.8%-മാണ് ഇടിവ് നേരിട്ടത്. 1.5 വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് സൂചിക പതിക്കുകയും ചെയ്തു. ചൈനീസ് വിപണിയിലും കനത്ത തകർച്ചയുണ്ടായി. ചൈനയിലെ CSI 300 ബ്ലുജിപ്പ് സൂചിക 4.5% താഴ്ന്നു. ഹോങ്കോങ്ങിന്റെ ഹാങ്സിന് 8%-വും ഇടിവ് നേരിട്ടു. മലേഷ്യൻ സൂചികകള് 16 മാസത്തിലെ താഴ്ന്ന നിലവാരത്തിലെത്തി. 4%-ലധികമാണ് ഇടിവ്. തൈവാൻ വിപണിയില് 10%-വും തകർച്ചയുണ്ടായി. യുഎസിലെ മാന്ദ്യഭീതിയിലുണ്ടായ കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് വിപണിയെ ബാധിച്ചത്.